ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്ത സിനിമയാണ് കർണിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നവാഗതനായ അരുൺ വെൺപാലിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പ്രിയങ്ക നായരാണ്. പ്രിയങ്ക നായരും പിന്നെ ഒരുപാട് പുതുമുഖങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്. പ്രിയങ്ക നായരാണ് പ്രധാനപ്പെട്ട ഒരു പ്രധാന നടിയായിട്ടുള്ളത്. പിന്നെ TG രവി ഉണ്ട് ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. എല്ലാവരും പുതുമുഖങ്ങളാണ് ഈ ഒരു സിനിമയിൽ എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഏകദേശം 2.25 മണിക്കൂറുണ്ട് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, സിനിമയുടെ നായിക ഒരു കഥാകൃത്തായിരിക്കും, ഒരു എഴുത്തുകാരിയായിരിക്കും സിനിമയിലെ നായിക. അപ്പം ഒരു മനയിൽ നടന്ന ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച്, ശരിക്കും നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നായിക ഒരു കഥ എഴുതുകയാണ്. നമ്മുടെ നായികയുടെ ജീവിതത്തിൽ നടക്കുന്ന, അതിനുശേഷം നമ്മുടെ നായികയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു മിസ്റ്ററി എന്തൊക്കെ എന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. കൂട്ടത്തിലൊരു ഇൻവെസ്റ്റിഗേഷനും കൂടി നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഒരു മർഡർ നടക്കുന്നുണ്ട്, ഒരു ക്രൈം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടി ആ കൂട്ടത്തിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് സിനിമയുടെ ടോട്ടൽ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറർ എന്ന് പറഞ്ഞാൽ പേടിപ്പിപ്പെടുത്തുന്ന സംഭവങ്ങളും കാര്യങ്ങളൊന്നും സിനിമയിലില്ല എന്നുള്ളതാണ്. അത് വളരെ ലോ ബഡ്ജറ്റ് മൂവിയാണ് കേട്ടോ. അത് സിനിമ വളരെ ലോ ബഡ്ജറ്റായിട്ട് എടുത്തൊരു സിനിമയാണ്. അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഈ സിനിമയിൽ കാണാനുണ്ട്. പക്ഷേ എന്നാലും അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കളർ ടൂണും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്കായില്ല. പിന്നെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, പുതുമുഖങ്ങളായിരുന്നു എല്ലാവരും ഉള്ളത്. പുതുമുഖങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പെർഫോമൻസുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടെക്നിക്കൽ സൈഡും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 1.5 മണിക്കൂർ തീർക്കാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വലിച്ചു നീട്ടൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേക്കിംഗ് ഒന്നുകൂടി നന്നാക്കാമായിരുന്നു തോന്നുന്നു. മ്യൂസിക് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. എല്ലാം ഓക്കെ, കുഴപ്പമില്ല. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. കർണിക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലാഷ് ബാക്ക് സീനുകളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലേക്ക് 1-2 ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.